ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തട്ടകത്തിലെ ശ്രീ വളരിക്കര ഭഗവതി ക്ഷേത്രത്തിലെ വേലയാണ്. അപ്പോൾ നമ്മൾ ആ വേലയ്ക്ക് പോവാണ്. വേലയ്ക്ക് പോയി വന്നിട്ടുള്ളൊരു വീഡിയോ കിട്ടത്. ഞാൻ അമ്പലത്തിൽ പോയി ചന്ദനമൊക്കെ തൊട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ അമ്മയും കൂടി അമ്പലത്തിലൊക്കെ പോയി പായസമൊക്കെ മേടിച്ചു, പറയൊക്കെ നിറച്ചു. നമ്മൾ ഇവിടെ എത്തി. ഇനി കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം പൂരത്തിന് പോകണമെങ്കിൽ. പൂരത്തിന് പോകണം. നല്ല രസമല്ലേ പൂരം, ആനകളൊക്കെ നിന്ന് അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരു ചന്ദനമൊക്കെ പോകും. ഒരു നെക്സ്റ്റു അത് കഴിഞ്ഞിട്ട് പാറമേക്കാവും വേലയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ രണ്ട് വേലയും ഒന്ന് ഒരുമിച്ചാണ് വരാറ്. പാറമേക്കാവ് ഭഗവതിയുടെയും വളരിക്കര ഭഗവതിയുടെയും ഒരുമിച്ചാണ് വേല വരാറുള്ളത്. അപ്പോൾ രണ്ടാളുടെ വേലയൊക്കെ പോകണം. പാറമേക്കാവ് അമ്മയുടെ ഇന്ന് രാത്രി ഒരു 10 മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് 12:45 വെടിക്കെട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ നടക്കാറ്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ കഴിഞ്ഞ് അങ്ങനെ പരിപാടി. അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് കാണിച്ചു തരാം പൂരത്തിൻ്റെ ഭംഗി എല്ലാം. ഓക്കെ. അപ്പോൾ നമ്മൾ തൊഴാനായിട്ട് ഉള്ളിൽ പോകാനുള്ള വരിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. എല്ലാ പ്രാവശ്യവും ഉണ്ടാവണ പോലെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അതാ പായസമൊക്കെ വാങ്ങാനായിട്ട് പോയി. ഇതാണ് നമ്മുടെ വളരി അമ്പലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അവിടെ ദേവിയുടെ കണ്ണ് പോലെയൊക്കെ പൂവുകൊണ്ടൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അമ്മ അപ്പളേക്കും ആ പായസം മേടിച്ചിട്ട് അവിടെ എത്തി. കണ്ടൻ്റെ അവിടെ തൊഴാനായിട്ട് അവിടെ ഒരു ഈ വളരി അമ്മയുടെ കണ്ട അപ്പുറത്ത് തന്നെ കണ്ടൻ്റെ അമ്പലമുണ്ട്. അവിടെയും തൊഴുതിറങ്ങി നമ്മളിതാ ആനേനൊക്കെ അപ്പുറത്താണ് ആനേനെ കെട്ടിയിരിക്കുന്നത്. ആനേനെ പൂരത്തിന് എഴുന്നള്ളിക്കാനായിട്ട് മുമ്പ് ഫുൾ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. വേല ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കറികളൊക്കെ മേടിച്ചു. അമ്പലത്തിൽ പ്രസാദമായിട്ടുണ്ടാവും, പക്ഷേ അതിന് നല്ല തിരക്കാവും. അതുകൊണ്ട് നമ്മൾ അമ്പിസ്വാമിയുടെ അവിടെ പോയിട്ട് കുറച്ച് കേബേജ് ഉപ്പേരിയും കുറച്ച് കാളനും പിന്നെ പാലട പായസവും പിന്നെ അമ്പലത്തിന് കൊണ്ടുവന്ന പായസം കേട്ടത് അതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണു. അപ്പോൾ ആനയുടെ അടുത്തുള്ള ഷോയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ. കുറേ നാളത്തെ ശേഷം പൂരം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എൻ്റെ വലിയമ്മയുടെ മോളുടെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിൽക്കായിരുന്നു. കുട്ടന്മാരായിരുന്നു കേട്ടോ മേളം ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. നിങ്ങൾക്കത് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു വൈബ് എന്താണെന്നുള്ളത്. അവരെ കൊട്ടലും അതിൻ്റെ ഒപ്പം തന്നെ ആനേനൊക്കെ നിൽക്കലും തരണ്ടേറ്റി ആനയും എല്ലാം നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത്ര നേരം ഞാൻ മാസ്ക് ഇട്ട പ്രകടനമായിരുന്നു. ഇപ്പോൾ ഞാൻ മാസ്ക് ഊരിയിട്ടുള്ള പ്രകടനമാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആനയെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറാമാനോട് പറയുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതിനിടെ കൂടെ അച്ഛൻ മൈലാഞ്ചൊക്കെ നോക്കി. ഇപ്പം ഞാനൊരു ഞെട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ വെടി പൊട്ടിച്ചതാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഒന്നൊന്നര ഞെട്ടി ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒന്നൊന്നര പ്രതീക്ഷിക്കാത്ത വെട്ടലായിരുന്നു അത്. ഇത്രയും കൊട്ടും പാട്ടൊക്കെ കേട്ടിട്ട് ഒരാൾ കിടന്നുറങ്ങുന്നു. എനിക്ക് ഇവിടെ അങ്ങോട്ട് ഓടുന്ന നോക്കട്ടെ. ഇവിടെ കല്യാണം ഇപ്പോൾ ചെക്കനെ കണ്ടപ്പോൾ നാണായിരിക്കും. അത് കളിക്കാറായിട്ടില്ല. Baba. Puri nokia. Puri ana puri. Puri. Okay do. അപ്പോൾ നമ്മൾ പൂരമൊക്കെ കഴിഞ്ഞ് രാത്രിയായിട്ട് ലൈറ്റൊക്കെ കാണാൻ വേണ്ടി വന്നു. ലൈറ്റ് കാണാൻ വേണ്ടി മാത്രമല്ല, ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള കൂടി കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ.
മമ്മൂക്കയുടെ പാട്ട് കഴിഞ്ഞ് മണിച്ചേട്ടൻ്റെ പാട്ട് കഴിഞ്ഞു. ഇനി ലാലേട്ടൻ്റെ ഒരു പാട്ട് ഇട്ടാലോ? ലാലേട്ടൻ്റെ പാട്ട് ഒന്ന് കൈയടിച്ചേ. ലാലേട്ടൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് യോധ എന്ന ചിത്രത്തിൽ ഒരു അടിപൊളി സോങ്ങുമായി അശ്വിനി സംഘവും വേദി. ഞാനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളവളാണ്. അവൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി ഇരുന്ന് ഇരിപ്പുറങ്ങിയില്ലാണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ, കളിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലൊക്കെ ഞങ്ങൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഈ വളരെ വേലൊരു സമയത്ത് നമുക്കൊരു വൈബാണ് കേട്ടോ, പ്രത്യേക ഒരു നല്ല രസമായിരുന്നു ഡാൻസ് കളിക്കാനും. ഗാനമേളയുടെ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇരിപ്പുറങ്ങിയില്ലേ കൈ സത്യത്തിൽ. ആദ്യം ഇങ്ങനെ പതുക്കെ പതുക്കെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തുടങ്ങി. ഞാൻ മാസ്കൊക്കെ ഊരി ചെറുതായിട്ട് വീണ്ടും മാസ്കൊക്കെ എടുത്തു. ആൾക്കാർ നീ കണ്ടിട്ട് അടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തുടങ്ങി കഴിച്ച്. ഞാൻ അവളും കൂടിയിട്ടില്ല പെക്കും. പിന്നെ അമ്മയ്ക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ആദ്യത്തെ ഐസ്ക്രീം കൊണ്ട് കളഞ്ഞു, രണ്ടാമത്തെ ഐസ്ക്രീം കഴിക്കുന്ന ഭാവമാണിത്. അപ്പോൾ നമ്മുടെ പൂരം ഈ കൊല്ലത്ത് അവസാനിച്ചു. അടിപൊളിയായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. പൂരമായാലും അതെ, ഗാനമേള ആയാലും അതെ, നല്ല രസമായിരുന്നു. ഡാൻസും പാട്ടൊക്കെ ഇട്ട് ഞാൻ അടിച്ച് പൊളിച്ചു. ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.